ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് 100 ഡേയ്സ് സ്റ്റഡി പ്ലാനിന്റെ ഡേ 5 പാർട്ട് 2 ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. Cost of capital refers to the return a company must earn on its investment to maintain its market value and satisfy its investors. It is essentially the price of raising fund, debt or equity for the business. ഒരു കമ്പനിയുടെ നിക്ഷേപങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ മിനിമം റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഡെപ്റ്റ് ഹോൾഡർ, അതായത് ഡിബഞ്ചർ അങ്ങനത്തെ ഉണ്ടാകുകയില്ല, ഡെപ്റ്റ് ഹോൾഡേഴ്സ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തുടങ്ങിയവരാണ്. അവർ പ്രതീക്ഷിക്കുന്ന റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇത്. ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഓർ ഇൻവെസ്റ്റേഴ്സിന് എന്തായിരിക്കും? ഇൻകം ആണ്. കാരണം എന്താ? അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അവർക്ക് ലഭിക്കുന്ന മിനിമം റിട്ടേൺ ആണ് ഇത്. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചോ ഇതൊരു കോസ്റ്റ് ആണ്. കാരണം എന്താ? കമ്പനി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടതാണ് ഇത്, അല്ലേ? അതേപോലെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ പറഞ്ഞിട്ടില്ലേ? അതിനുവേണ്ടി നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്നൊരു ഫിനാൻഷ്യൽ വാലുവേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കണക്കാക്കും. മണി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദി സെയിം എമൗണ്ട് ഇൻ ദി ഫ്യൂച്ചർ. ഇത് ടൈം വാല്യൂ ഓഫ് മണി എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് ഇന്നത്തെ 100 രൂപയുടെ മൂല്യം നാളത്തെ 100 രൂപയ്ക്ക് ഉണ്ടാകില്ല, മൂല്യം കുറയുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോസ്, അതായത് ബിസിനസ്സിലേക്ക് വരുന്ന റിട്ടേൺ ഓർ ഇൻകത്തിന്റെ ഇന്നത്തെ വാല്യൂ കാണുന്നതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിന്റെ ഇന്നത്തെ വാല്യൂ കാണാൻ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കും. ആ റേറ്റ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ മൂല്യം കാണുന്നത്. എന്നിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി സോളമൻ എസ്ര ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. The minimum required rate of earnings or the cut-off rate of capital expenditure. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ മിനിമം റിക്വയർഡ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവർക്ക് തിരിച്ച് അവർ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം റേറ്റ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ദ കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ഡിസ്കൗണ്ടഡ് ടെക്നിക്ക് വെച്ച് നമ്മൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് നമ്മൾ ഒരു അസറ്റ് വാങ്ങോ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഭാവിയിൽ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോയുടെ ഇന്നത്തെ മൂല്യം കണക്കാക്കാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ റേറ്റ് ഉപയോഗിക്കും എന്ന് പറഞ്ഞല്ലോ. അതാണ് പറയുന്നത് ദ കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് പറയുന്നത് സോളമൻ എസ്രയാണ്. ഇനി ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഓൾസോ കോമൺലി റെഫർഡ് ടു ആസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വേറെ പേരുകൾ ഇതും പറയുന്നുണ്ട്. അതിലൊന്നാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ദ മിനിമം റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം റേറ്റ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ്. അടുത്തത് ഹർഡിൽ റേറ്റ്, ദ ബെഞ്ച് മാർക്ക് റിട്ടേൺ ഫോർ അക്സെപ്റ്റിംഗ് എ പ്രൊജക്ട്. അതായത് നമ്മൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ പ്രകാരം നമ്മൾ ആ പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ചല്ലേ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ദ ബെഞ്ച് മാർക്ക് റിട്ടേൺ ഫോർ അക്സെപ്റ്റിംഗ് എ പ്രൊജക്ട് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, the return foregone by investing in a particular project instead of alternatives. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പം ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ വേറെ പല പ്രൊജക്റ്റുകളെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫോർഗോൺ ചെയ്ത ബാക്കി പ്രൊജക്റ്റുകളില്ലേ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല, അത് വിട്ട് കളഞ്ഞു. ഇതിനെ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതുകൾ നമ്മൾ സെലക്ട് ചെയ്യില്ല. അപ്പൊ സെലക്ട് ചെയ്യാത്തതിനുള്ള കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ.
ഒന്നാമത്തേത് മിനിമം റിക്വയർഡ് റിട്ടേൺ. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് റിട്ടേൺ എ കമ്പനി മസ്റ്റ് ഏൺ ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ മാർക്കറ്റ് വാല്യൂ. കമ്പനി മിനിമം ഇത്രയെങ്കിലും കമ്പനി ഏൺ ചെയ്തിരിക്കണം. എന്തിന്? ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം അവർ തന്നതിന് അവർക്ക് റിട്ടേൺ കൊടുക്കണം. അതേപോലെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർഡ് റേറ്റ് ആണ്. ആ റേറ്റിലെങ്കിലും മിനിമം റിക്വയർഡ് റിട്ടേൺ കമ്പനി ഉണ്ടാക്കണം. അടുത്തത് പ്രൈസ് ഓഫ് ഫണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെപ്രസെന്റ് ദ പ്രൈസ് ദ കമ്പനി പേസ് ഫോർ യൂസിങ് ഫണ്ട് വെദർ ഫ്രം ഡെപ്റ്റ്, ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ്. എന്താ ഇതിൽ പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എന്താ പറയുക, കുറച്ചു പേരിൽ നിന്നൊക്കെ ഫണ്ട് മേടിച്ചിട്ടാണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് അല്ലേ? അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ചത് കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തിരിച്ചവർക്ക് എന്ത് ചെയ്യണം? തിരിച്ച് ആ എമൗണ്ട് കൊടുക്കണം. പക്ഷെ അതിനേക്കാളും അവർക്കൊരു റിട്ടേൺ തിരിച്ചു കൊടുക്കണം അല്ലേ? അതായത് ഇപ്പൊ ഡെപ്റ്റിനാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതേപോലെ ഇക്വിറ്റി ആണെങ്കിൽ എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ? അതാണ് പറയുന്നത്, അവരുടെ പൈസ ഉപയോഗിക്കുന്നതിന് കമ്പനി കൊടുക്കുന്ന ഒരു പ്രൈസ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്തത് പറയുന്നതാണ് റിസ്ക് ഫാക്ടർ. ഡിഫറെന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ക്യാരി ഡിഫറെന്റ് റിസ്ക് അഫക്റ്റിംഗ് ദർ കോസ്റ്റ്. എക്സാമ്പിൾ, ഇക്വിറ്റി ഈസ് റിസ്കർ ദാൻ ഡെപ്റ്റ്, സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് നമ്മൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, പല സോഴ്സ് ഉണ്ടാകും. ഒന്ന് ഡെപ്റ്റിൽ വാങ്ങാം, അല്ലെങ്കിൽ ഇക്വിറ്റി വാങ്ങാം, പ്രിഫറൻസ് വാങ്ങാം, അങ്ങനെ പല സോഴ്സുകളുണ്ട്. ഈ പല സോഴ്സുകളുടെയും റിസ്ക് സെയിം ആണോ? ഒരിക്കലും അല്ല. കാരണം അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടുമെന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ കുറയും. ഇപ്പം ഡിബഞ്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. അവിടെ റിസ്ക് കുറവാണ്. കാരണം അവർക്ക് എന്തായാലും ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടും. അതേപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കണം. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ആ ഫിക്സഡ് എപ്പോഴും കൊടുക്കണം. അവിടെ റിസ്ക് കുറവല്ലേ? അതുകൊണ്ടാണ് റിസ്ക് കുറയുമ്പോൾ റിട്ടേണും കുറയും. പക്ഷെ ഇക്വിറ്റിക്കാർക്ക് അങ്ങനെയാണോ? ഇല്ല. ഇക്വിറ്റിക്കാർ അവരുടെ പ്രോഫിറ്റ് ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഇക്വിറ്റിക്കാരുടെ കാര്യം വരുന്നത്. അതേപോലെ അവർക്ക് പ്രോഫിറ്റ് കൂടുമ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടും അല്ലെ? അതേപോലെ പ്രോഫിറ്റ് കുറയുമ്പോൾ കുറഞ്ഞ റിട്ടേൺ. അപ്പം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് എവിടെയാണ്? ഇക്വിറ്റിയിലാണ്. റിസ്ക് കൂടുമ്പോഴാണ് റിട്ടേൺ കൂടുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിന്റെ കോസ്റ്റിനേക്കാളും കൂടുതൽ ഏതാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അടുത്തത് യൂസ്ഡ് ആസ് എ ബെഞ്ച് മാർക്ക്. Serve as a standard or cut-off rate for evaluating investment project. Only project yielding returns higher than cost of capital are acceptable. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റേറ്റ്, ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയിനെ നമ്മൾ ഇന്നത്തെ മൂല്യത്തിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു റേറ്റ് ഉപയോഗിക്കും. ആ റേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അത് പ്രകാരം ഹയർ റിട്ടേൺ, ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിനെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത് യൂസ്ഡ് ആസ് എ ബെഞ്ച് മാർക്ക് എന്ന്. അടുത്തത് നോട്ട് കോൺസ്റ്റന്റ്. ഇറ്റ് ചേഞ്ചസ് വിത്ത് മാർക്കറ്റ് കണ്ടീഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ കമ്പനീസ് റിസ്ക് പ്രൊഫൈൽ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല. എങ്ങനെയാണ്? അത് മാർക്കറ്റ് കണ്ടീഷന്. നമ്മളിപ്പോ മാർക്കറ്റ് കണ്ടീഷന് പല കണ്ടീഷൻസ് ഉണ്ടാകുമല്ലേ? അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ ചേഞ്ച് ചെയ്യും. കമ്പനിയുടെ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതൊരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുത്തത് വെയ്റ്റഡ് ആവറേജ്. ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. അതായത് ഇക്വിറ്റി ഉപയോഗിച്ചു, ഡെപ്റ്റ് ഉപയോഗിച്ചു, പ്രിഫറൻസ് ഉപയോഗിച്ചു, അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണേണ്ടതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് എന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്തതാണ് ഫോർവേഡ് ലുക്കിംഗ് കൺസെപ്റ്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നോക്കിയിട്ടുള്ള ഒരു കാര്യം, അത് കൺസെപ്റ്റ് ആണ് അല്ലെ? അല്ലാതെ പാസ്റ്റ് കാര്യം നോക്കിയിട്ടാണോ നമ്മൾ ഇത് കണക്കാക്കുന്നത്? അല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മൾ ഇതിന് പറയുന്നത് മിനിമം റിക്വയർഡ് റിട്ടേൺ ഓർ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെ? ഭാവിയിലേക്കാണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ്, നോട്ട് പാസ്റ്റ് റിട്ടേൺ ബേസ് ചെയ്തിട്ടല്ല കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉള്ളത്. അടുത്തത് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിലൊന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ.
helps in evaluating projects. Only projects earning more than the cost of capital should be accepted. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനെ സഹായിക്കുന്നുണ്ട്? പ്രൊജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യാന്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്ന് വരുന്ന ഏർണിങ്സ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കണം. കുറവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവോ? ഇല്ല. നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ ഏർണിങ്സ് നമ്മളുടെ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. അല്ലെ? അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുവഴി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് അസറ്റ് വാങ്ങണം, ഏത് പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. അടുത്തത് ഫിനാൻസിങ് ഡിസിഷൻ. ഗൈഡ്സ് എ കമ്പനി ഇൻ ചൂസിങ് ബിറ്റ്വീൻ ഡെപ്റ്റ്, ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ്. ഒരു കമ്പനിനെ ഡെപ്റ്റ് ചൂസ് ചെയ്യണോ, പ്രിഫറൻസ് ഷെയർസ് ചൂസ് ചെയ്യണോ, അതേപോലെ ഇക്വിറ്റി ചൂസ് ചെയ്യണോ, ഏത് ചൂസ് ചെയ്യണമെന്ന് ഒരു കമ്പനിയെ എന്ത് ചെയ്യുന്നുണ്ട്? ഗൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് അവരത് കാണുന്നത്. ഡെപ്റ്റിന് ഒരു കോസ്റ്റ് ഉണ്ട്, ഇക്വിറ്റിക്ക് ഒരു കോസ്റ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയറിന് ഒരു കോസ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പം ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഫിനാൻസിങ് ഡിസിഷനിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. അടുത്തത് പെർഫോമൻസ് മെഷർമെന്റ്. ആക്ട് ആസ് എ ബെഞ്ച് മാർക്ക് ടു മെഷർ ആക്ച്വൽ റിട്ടേൺ അഗെയിൻസ്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേണിൽ നിന്നും ആക്ച്വൽ റിട്ടേൺ ആ എക്സ്പെക്ട് ചെയ്ത റിട്ടേണിലേക്ക് എത്തുന്നുണ്ടോ? അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് മെഷർ ചെയ്യാൻ നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പെർഫോമൻസ് മെഷർമെന്റിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. അടുത്തത് മെയിൻറ്റെയിൻ ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. എൻഷുർ ദ കമ്പനി ഏൺ ഇനഫ് ടു സാറ്റിസ്ഫൈ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. എന്താ പറയുന്നത്? ഷെയർ ഹോൾഡിനും ലെൻഡേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പണം തന്നിരിക്കുന്നവര് അല്ലേ, അവർക്കുമുള്ള മിനിമം റിട്ടേൺ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടോ എന്ന് കമ്പനിക്ക് എന്ത് ചെയ്യണം? എൻഷുർ, ഉറപ്പുവരുത്തണം, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂടും, അല്ലേ? അപ്പൊ ആ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കുന്നുണ്ട്. അടുത്തത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. helps in determining the best mix of debt and equity to minimize overall cost. നമ്മൾ പറഞ്ഞല്ലോ ഓരോ സോഴ്സിനും ഓരോരോ കോസ്റ്റ് ആണ്. അപ്പം ബെസ്റ്റ് മിക്സ്, നമ്മുടെ ഓവറോൾ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്? ഓവറോൾ കോസ്റ്റ് നമ്മൾ കുറയ്ക്കണം. ഇപ്പം ഡെപ്റ്റിന്റെ കോസ്റ്റ് കുറവാന്ന് വെച്ച് നമുക്ക് മൊത്തം എടുത്ത് ഡെപ്റ്റ് ഇടാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഇക്വിറ്റിക്ക് എന്താ പറയുക? ഇക്വിറ്റിക്ക് കോസ്റ്റ് കൂടുതലാണ്, അപ്പൊ ഇക്വിറ്റിനെ മാത്രം എടുത്തിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കണം. ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ ഒരു മിക്സ് തയ്യാറാക്കണം. എങ്ങനെ? ഓവറോൾ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നല്ല ഒരു ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ സഹായിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിലൊന്നാണ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് വേരിയസ് ഫോർ ഡെപ്റ്റ്, ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ്. എക്സാമ്പിൾ, ഇക്വിറ്റി ഈസ് കോസ്റ്റ്ലിയർ ദാൻ ഡെപ്റ്റ് ഡ്യൂ ടു ഹയർ റിസ്ക്. അതായത് ഇവിടെ ക്യാപിറ്റലിന്റെ ടൈപ്പ് അനുസരിച്ചാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഡെപ്റ്റിനേക്കാളും കോസ്റ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഡെപ്റ്റിന് കറക്റ്റ് ആയിട്ട് അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ ഇക്വിറ്റിയെ സംബന്ധിച്ച് അങ്ങനെയാണോ? അല്ല. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ. അവിടെ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ റിട്ടേണും കൂടും. അതാണ് ക്യാപിറ്റലിന്റെ ടൈപ്പ് അനുസരിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അടുത്തത് റിസ്ക്. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഹയർ റിസ്ക്, ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്, പ്രൊജക്ട് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. അതായത് റിസ്ക് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? എന്തായിരിക്കും? റിട്ടേണും കൂടും. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ഇപ്പൊ ഒരു പ്രൊജക്റ്റിനോ ഇൻവെസ്റ്റ്മെന്റിനോ റിസ്ക് കൂടുതലാണെങ്കിൽ എന്താ ചെയ്യുക? ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കും, അല്ലേ? എക്സ്പെക്ട് ചെയ്യും. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്? കൂടി വരുന്നത്. അടുത്തത് capital structure. The mix of debt and equity affect overall weighted average cost of capital. അതായത് ഈ ഇക്വിറ്റിയുടെയും ഡെപ്റ്റിന്റെയും മിക്സ് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ എടുക്കുമ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുന്നില്ലേ? അപ്പം ഇപ്പൊ ഡെപ്റ്റ് കൂടുതലും ഇക്വിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അതേപോലെ ഡെപ്റ്റ് കുറവ് ഇക്വിറ്റി കൂടുതലാണെങ്കിൽ മറ്റൊരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അതാണ് ഇവരുടെ മിക്സ്
ഈ ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെയാണ് മാർക്കറ്റ് കണ്ടീഷൻ. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ദി കോസ്റ്റ് അല്ലേ? ഇവയൊക്കെ എന്തായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നേരിട്ട് ബാധിക്കും. അതായത് ഇപ്പൊ മാർക്കറ്റില് പലിശ നിരക്കൊക്കെ കൂടുതലാണെന്നോർക്ക്, അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റിന്റെ കോസ്റ്റ് കൂടില്ലേ? ഇല്ലേ? പലിശ നിരക്ക് കൂടുതലാണ്, അപ്പൊ നമ്മൾ കൂടുതൽ ഇത് കൊടുക്കേണ്ടി വരും, അപ്പൊ ഡെപ്റ്റിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെയാണ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം. ഫേം വിത്ത് ഹയർ പ്രോഫിറ്റ് മേ റൈസ് ഫണ്ട് അറ്റ് ലോവർ കോസ്റ്റ്. ഇപ്പം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക, ക്യാപിറ്റൽ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അവർക്ക് പെട്ടെന്ന് അവർക്ക് ലോവർ കോസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, ഫണ്ട് കിട്ടും അല്ലെ? അതേ സമയത്ത് പ്രോഫിറ്റ് കുറഞ്ഞ ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക, ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ അവർക്ക്. കാരണം അവിടെ റിസ്ക് കൂടുതലാ. റിസ്ക് കൂടുതലാകുമ്പോൾ അവർ ചിലപ്പോൾ കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടും. അങ്ങനെയാകുമ്പോൾ അവരുടെ കോസ്റ്റ് കൂടില്ലേ? നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന, നല്ല എന്താ പറയുക, നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസിന് ക്യാപിറ്റൽ കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നം വരുമോ? അത് അവർ ലോവർ കോസ്റ്റിൽ തന്നെ അവർക്ക് കിട്ടും. അതുപോലെ അടുത്തതാണ് ടാക്സ് റേറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ, റെഡ്യൂസിങ് ദ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഈ നമ്മൾ ഡിബഞ്ചേഴ്സിനൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കില്ലേ? ഡെപ്റ്റ് ക്യാപിറ്റലിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും. അത് ടാക്സിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. അതുകൊണ്ട് തന്നെ ടാക്സ് റേറ്റും ടാക്സ് റേറ്റ് നമുക്ക് അങ്ങനെ, അപ്പൊ ടാക്സ് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് കുറയില്ലേ? ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന്റെ പേരിൽ അവിടെ ഒരു ഡിഡക്ഷൻ വരും. അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യാൻ ടാക്സ് റേറ്റും ഒരു ഫാക്ടർ ആയിട്ട് കാണുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ പറയുന്നത്. ഒന്നാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ആക്ച്വൽ കോസ്റ്റ് അല്ലേ? അതായത് നമ്മൾ പാസ്റ്റില് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദി പാസ്റ്റ് ടു അക്വയർ ഫണ്ട് ഓർ അസറ്റ്. ഒരു അസറ്റിനെയോ ഫണ്ടിനെയോ അക്വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെലവായ ആക്ച്വൽ കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. നമ്മളിപ്പോ ഒരു അസറ്റ് വാങ്ങി, അപ്പൊ ആ വാങ്ങുമ്പോൾ നമുക്ക് ചെലവായ ആക്ച്വൽ കോസ്റ്റ് അല്ലേ? ആക്ച്വൽ കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എ ലോൺ. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ലോൺ എടുത്തതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു. അതൊരു എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്ത കാര്യമാണല്ലേ പറയുന്നത്. അതേപോലെ പർച്ചേസ് പ്രൈസ് ഓഫ് മെഷീനറി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മെഷീനറി വാങ്ങി, അതിന്റെ ഒരു പർച്ചേസ് പ്രൈസ് അല്ലേ? ആ മെഷീനറി വാങ്ങാൻ നമ്മൾ ഉപയോഗിച്ച ആക്ച്വൽ പ്രൈസ് ആണ് എന്ത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതേപോലെ ഫ്യൂച്ചർ കോസ്റ്റ് ഓർ എസ്റ്റിമേറ്റഡ് ഓർ എക്സ്പെക്റ്റഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ദ ആന്റിസിപ്പേറ്റഡ് ഓർ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് റൈസിംഗ് ഫണ്ട് ഓർ അക്വയറിംഗ് അസറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മൾ ഭാവിയിൽ ഒരു എന്താ പറയുക, ഒരു അസറ്റ് അക്വയർ ചെയ്യുന്നതിന്, ഒരു ഫണ്ട് മേടിക്കുന്നതിന്, അതായത് ഇപ്പൊ ഒരു ലോൺ എടുക്കുന്നതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ നടന്നു, നമ്മൾ അവർക്ക് കൊടുത്തു, ഇൻട്രസ്റ്റ് പേ ചെയ്തു, അല്ലെങ്കിൽ മെഷീനറി വാങ്ങിയപ്പോൾ പൈസ കൊടുത്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭാവിയിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന അസറ്റിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലേ? എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് ഓൺ എ ന്യൂ ലോൺ. നമ്മളൊരു ന്യൂ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റിട്ടേൺ എത്ര വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലേ? അതാണ്. അതേപോലെ പ്രൊജക്റ്റഡ് കോസ്റ്റ് ഓഫ് ന്യൂ മെഷീനറി. ഒരു പുതിയ മെഷീനറി വാങ്ങുമ്പോൾ എത്ര കോസ്റ്റ് ആകും? ഇതാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് സ്പെസിഫിക് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ സച്ച് ആസ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഇപ്പം ഇക്വിറ്റിയുടെ കോസ്റ്റ്, ഡെപ്റ്റിന്റെ കോസ്റ്റ്, പ്രിഫറൻസ് ഷെയറിന്റെ കോസ്റ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഒരു പർട്ടിക്കുലർ സോഴ്സ് ഓഫ് ക്യാപിറ്റലിന്റെ കോസ്റ്റിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് സ്പെസിഫിക് കോസ്റ്റ്. അതായത് ഇക്വിറ്റിയുടെ കോസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഡെപ്റ്റിന്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കമ്പോണന്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിലെ ഈച്ച് കമ്പോണന്റ്, അതായത് ഒരു ക്യാപിറ്റലിൽ എന്തൊക്കെയാണ്? ഇക്വിറ്റി ഉണ്ടാവും, ഡെപ്റ്റ് ഉണ്ടാവും, പ്രിഫറൻസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകില്ലേ? അതിലെ ഈച്ച് കമ്പോണന്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു സ്പെസിഫിക് കോസ്റ്റിൽ. അടുത്തത് കോമ്പോസിറ്റ് കോസ്റ്റ് ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് ഓർക്കണം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ.
Composite cost, also known as weighted average cost of capital, represent the average cost of all source of capital used by a company, weighted according to their proportion in the capital structure. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്പെസിഫിക് കോസ്റ്റ് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് ഓരോന്ന്. എന്നാൽ കോമ്പോസിറ്റ് കോസ്റ്റിൽ എന്താ പറയുന്നത്? all source of capitalന്റെ ആവറേജ് കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് കോസ്റ്റ്. അത് ഓൾസോ നോൺ ആസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ലേ? എല്ലാ സോഴ്സ്, ഇപ്പൊ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ? അതാണ് ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ദ കമ്പനി. കമ്പനി യൂസ് ചെയ്ത എല്ലാ സോഴ്സ് ഓഫ് ക്യാപിറ്റലിന്റെ ആവറേജ് കോസ്റ്റിനെ പറയുന്നതാണ് കോമ്പോസിറ്റ് കോസ്റ്റ്. അവിടെ ഒരു അതിന്റെ കാൽക്കുലേഷനിൽ ഒരു വെയിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ വെയിറ്റ് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓരോ കോമ്പോണന്റിനെയും പ്രൊപ്പോർഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഇക്വിറ്റി എത്രയുണ്ട്, ഡെപ്റ്റ് എത്രയുണ്ട്, പ്രിഫറൻസ് എത്രയുണ്ട്, ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവില്ലേ അവർ ആ ക്യാപിറ്റലിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 50% ഇക്വിറ്റി, 30% പ്രിഫറൻസ്, ബാക്കിയാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവില്ലേ? അതിനനുസരിച്ചാണ് അവർക്ക് വെയിറ്റ് അസൈൻ ചെയ്യുന്നത്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ സോഴ്സ്, ഒരു ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ സോഴ്സിന്റെ കോസ്റ്റ് ആണ്. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് എല്ലാ ക്യാപിറ്റൽ കോസ്റ്റിന്റെ ഒരു ആവറേജിനെ പറയുന്നതാണ് കോമ്പോസിറ്റ് കോസ്റ്റ്. അടുത്ത ടൈപ്പാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, പിന്നെ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ refers to the actual cash outflow or direct payment made by a firm for using a resources. It is clearly recorded in the books of accounts. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് ആക്ച്വൽ ആയിട്ട് പോയിട്ടുള്ള ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ആണ്, ആക്ച്വൽ കോസ്റ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അത് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്തിരിക്കും. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ. ഒരു ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തു, ആക്ച്വൽ ആയിട്ട് അവിടെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ നടന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ഒരു മെഷീനറി വാങ്ങി, നമ്മൾ ആക്ച്വൽ ആയിട്ട് അവിടെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ, നമ്മുടെ ക്യാഷ് കയ്യിൽ നിന്ന് പോയിട്ട് മെഷീനറി വാങ്ങുകയല്ലേ, അപ്പൊ ഒരു ഔട്ട്ഫ്ലോ നടന്നിട്ടുണ്ട്. ഇതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അടുത്തത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിങ് റിസോഴ്സസ് ഓൺഡ് ബൈ ദി ഫേം ഇറ്റ്സെൽഫ് where no actual cash payment is made. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു ക്യാഷ് പേയ്മെന്റ് നടക്കുന്നില്ല, പകരം നമ്മളിപ്പം ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പൊ നമുക്കൊരാഗ്രഹം ഐസ്ക്രീം കഴിക്കാനോ, ഐസ്ക്രീം വേണോ കേക്ക് വേണോ? നമ്മളിപ്പോ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് കിട്ടില്ല. അപ്പൊ ആ കേക്ക് നഷ്ടപ്പെടുന്നതിന്റെ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ കേക്ക് കഴിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം കിട്ടുമോ? ഇല്ല. അപ്പൊ ആ ഐസ്ക്രീം നഷ്ടപ്പെടുന്നില്ലേ? അവിടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നില്ല, ഐസ്ക്രീം കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നു. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ പറയുന്നത്. ഇത് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ക്യാഷ് ഫ്ലോ ഇല്ല, അവിടെ റെക്കോർഡിംഗ് നടക്കുന്നില്ല. ഇനി ഇതിൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കമ്പനി എന്ത് ചെയ്തു? കമ്പനി അവർക്ക് നമ്മുടെ പ്രോഫിറ്റ് കമ്പനിയിൽ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് വെക്കുന്നു. ഈ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇത് ഇവിടെ റീറ്റെയിൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇതെന്തായിരുന്നു ചെയ്യുക? കമ്പനിക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് റീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുക. ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഈ റീറ്റെയിൻ ചെയ്തതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഈ റിട്ടേൺ കൊടുത്തിരുന്നെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സ് അത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അവർക്കൊരു ഫണ്ട് കിട്ടും അല്ലേ? അതായത് നമുക്കൊരു പൈസ കിട്ടുക, നമ്മൾ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ ശ്രമിക്കില്ലേ? പക്ഷെ അത് ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? കമ്പനി അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നില്ല, കമ്പനിയിൽ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് വെക്കുന്നു. അതാണ് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് എൽസ്വെയർ. ഷെയർ ഹോൾഡേഴ്സിന് അത് ഡിവിഡൻഡ് ആയി കിട്ടിയിരുന്നുവെങ്കിൽ അത് അവർ ഇൻവെസ്റ്റ് ചെയ്യും എവിടെയെങ്കിലും, എന്നിട്ട് അവർക്കൊരു റിട്ടേൺ കിട്ടും. അതിന്റെ റേറ്റ് ആണ് ഈ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കാണുന്നത്. ഇനി ഷോർട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ ക്യാഷ് പേയ്മെന്റ് ഉണ്ടാകും, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ആക്ച്വൽ ആയിട്ട് പോയിട്ടുണ്ടാകും, അത് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ
നോ ക്യാഷ് പേയ്മെന്റ്. അവിടെ ഒരു ക്യാഷ് പേയ്മെന്റ് നടത്തുന്നില്ല, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ മറ്റൊന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അടുത്തത് നമ്മൾ പറയുന്നത് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ആണ്. ആവറേജ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ an average cost is the combined cost or weighted average cost of various source of capital. രണ്ട് പ്രാവശ്യം വന്നു കേട്ടോ. അതായത് നമ്മളുടെ വേരിയസ് സോഴ്സ്, പല സോഴ്സുകളിലെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു ആവറേജ് കോസ്റ്റ് കണ്ടെത്തുന്നു. ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് പ്ലസ് പ്രിഫറൻസ് എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഒരു ആവറേജ് കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നു. അതാണ് ആവറേജ് കോസ്റ്റ്. അടുത്തത് മാർജിനൽ കോസ്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ അഡീഷണൽ ഫണ്ട്സ് റിക്വയർഡ് ബൈ എ ഫേം. ഇറ്റ് ഈസ് സിംപ്ലി ദ കോസ്റ്റ് ഓഫ് അഡീഷണൽ ഫണ്ട് റേസ്ഡ്. The return of the new project is compared with the marginal cost of capital to decide on the acceptance or rejection of the project. അതായത് മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കമ്പനി ആദ്യം കുറെ ഫണ്ടൊക്കെ വാങ്ങി സംഭവങ്ങളൊക്കെ നടത്തുന്നു. അവർക്ക് വീണ്ടും അഡീഷണൽ ഫണ്ട് വേണം അല്ലേ? ഇപ്പൊ വേറെ എന്തെങ്കിലും പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർക്ക് അഡീഷണൽ ഫണ്ട് വേണം. അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ അഡീഷണൽ ഫണ്ട്, അവർക്ക് പുതിയതായിട്ട് വേണ്ട ഫണ്ടിന്റെ ആവറേജ് കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. ഈ അവര് പുതിയതായിട്ട് ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നതിന്റെ കോസ്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ, പുതിയതായിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കോസ്റ്റ്. ഇനി ഒരു പുതിയ പ്രൊജക്ടിന്റെ നമ്മൾ ഈ പുതിയ പ്രൊജക്ടിന്റെ റിട്ടേൺ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു പുതിയ പ്രൊജക്ട് വേണമെങ്കിൽ അതിന് നമുക്ക് പുതിയ കുറച്ച് ക്യാപിറ്റൽ വേണം അല്ലെ? ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊജക്ടിന്റെ റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ച് നമ്മൾ അതിന്റെ ക്യാഷ് ഫ്ലോ എല്ലാം കണക്കാക്കി നമുക്കത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും എന്ന്. ഇവിടെ പറയുന്നത് ഒരു ന്യൂ പ്രൊജക്ടിന്റെ റിട്ടേൺ എന്തുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നതിന്റെ ആവറേജ് കോസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. എന്തിന്? ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് മാർജിനൽ കോസ്റ്റ്. ഇനി നമ്മൾ ഓരോ ഇതിന്റെ കോസ്റ്റ് പറയാണേ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ലെൻഡേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സോ, അതായത് നമുക്ക് പണം ലെൻഡ് ചെയ്തിരിക്കുന്ന ലെൻഡേഴ്സോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. KD എന്നാണ് അറിയുന്നത്. KD. It represents the effective interest rate a company pays on its borrowed fund such as loan, bond or debenture. ഒരു ലോണിനോ ബോണ്ടിനോ ഡിബഞ്ചർക്കോ നമ്മൾ കമ്പനി പേ ചെയ്യുന്ന എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. It is the cost of raising fund through debt and is calculated after considering tax benefit since interest is tax deductible. ഈ ഡിബഞ്ചർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് ടാക്സിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എന്ത്? ഡിബഞ്ചർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റലിന് കൊടുക്കുന്ന റിട്ടേൺ ഇല്ലേ, ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് ഈ ഡിഡക്ഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ ഡെപ്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, KP എന്നാണ് അറിയപ്പെടുന്നത്. Cost of preference share capital is the rate of return expected by preference shareholders. Preference shareholders expect ചെയ്യുന്ന rate of return ആണ് cost of preference share capital. It represents the dividend the company must pay on its preference shares to raise fund from them. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൽ നിന്നും ഫണ്ട് നമ്മൾ വാങ്ങി അല്ലെ? ആ വാങ്ങിയതിന് കമ്പനി മസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ട ഡിവിഡൻഡ് ആണ് എന്ത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താ കൊടുക്കുന്നത്? ഡിവിഡൻഡ് ആണ്. ആ കമ്പനി മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. കൊടുക്കുന്നതിന്റെ പറഞ്ഞാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി ഡെപ്റ്റിന് നമ്മൾ ടാക്സ് ഡിഡക്ഷൻ അലൗഡ് ആണെന്ന് പറയുന്നില്ലേ? എന്നാൽ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ആർ നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ, സോ നോ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ്. ഈ ഡെപ്റ്റിന് നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, എന്നാൽ പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് ടാക്സ് ഡിഡക്റ്റബിൾ ആണോ? അല്ല, ടാക്സിൽ അവിടെ ഒരു ഡിഡക്ഷനും കിട്ടില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. അടുത്ത നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, KE. Cost of equity capital is the minimum rate of return expected by equity shareholders for investing their funds in the company.
നമ്മുടെ കമ്പനിയില് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? ഓണേഴ്സ് ആണ് അല്ലെ? ഇവര് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവരുടെ ഫണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഫണ്ട്. ഇവര് ഈ ഇക്വിറ്റി നമ്മുടെ ഈ ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇവർ ഈ ഫണ്ട് ഉപയോഗിച്ച് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടാകുകയല്ലേ? എന്നാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് റെപ്രസെന്റഡ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഫണ്ട്. It is not a fixed cost like interest or preference dividend, but depend on shareholders' expectation and business risk. ഡെപ്റ്റ് ക്യാപിറ്റലിനെ പോലെയോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പോലെയോ ഇവർക്കൊരു ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. മറ്റ് അവരെ സംബന്ധിച്ച് എന്താ പറയുക, അതായത് ഡെപ്റ്റും പ്രിഫറൻസിനെ സംബന്ധിച്ച് അവർ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രോഫിറ്റ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാം ഒരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും കിട്ടുക. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് കിട്ടുന്നില്ല. അവരുടെ ബേസ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ബിസിനസ് റിസ്കിനും ബേസ് ചെയ്തിട്ടാണ് അവരുടെ റിട്ടേൺ വരുന്നത്. ഇപ്പം ബിസിനസ് റിസ്ക് കൂടുതലാണ് അവർക്ക്. റിസ്ക് കൂടുന്നിടത്ത് അവർ റിട്ടേൺ കൂടുതൽ പ്രതീക്ഷിക്കും. അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടൂലേ? അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷൻ കൂടും. ഇതാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് കോസ്റ്റ്. ഈ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തേത് ഡിവിഡൻഡ് ഈൽഡ് ഓർ പ്രൈസ് അപ്രോച്ച്, 2 ഏർണിംഗ്സ് പ്രൈസ് അപ്രോച്ച്, 3 ഡിവിഡൻഡ് ഗ്രോത്ത് അപ്രോച്ച് ഓർ ഗോർഡൻസ് മോഡൽ, 4 റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്, 5 CAPM അപ്രോച്ച്, അതിന്റെ ഫുൾ ഫോം ആണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഈ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത്രയുമാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. 5 ഓർത്തിരിക്കണേ. അടുത്തത് പറയുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. നമ്മൾ വിചാരിക്കില്ലേ റീറ്റെയിൻഡ് ഏർണിങ്സിന് എന്ത് കോസ്റ്റ് ആണുള്ളതെന്ന്. പക്ഷെ അവിടെയുണ്ട്. അവിടുത്തെ കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മറ്റേത് സംബന്ധിച്ച് ഇപ്പം ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഡിവിഡൻഡ് ഉണ്ട്. കോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിന് എന്ത് കോസ്റ്റ് ആണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതെങ്ങനെയാ വരുന്നത് നോക്കാം കേട്ടോ. The cost of retained earnings is the opportunity cost of reinvesting profit back into the business instead of distributing them as dividend to shareholders. അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. അതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. It represents the return that shareholders expect if the profit were paid out and invested elsewhere. ഈ കമ്പനി നേടിയ പ്രോഫിറ്റ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് കിട്ടുന്ന ഇൻകം അവർ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുകയല്ലേ? അവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ റിട്ടേണെയാണ്, അതായത് അവർക്ക് ആ കിട്ടേണ്ട റിട്ടേൺ ആണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് വഴി അവർക്ക് നഷ്ടപ്പെടുന്നത് അല്ലെ? അവർക്ക് ഡിവിഡൻഡ് കൊടുത്താൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാൻ പറ്റുള്ളൂ, റിട്ടേൺ നേടാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അത് പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കിയത് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇനി അതിന്റെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.